അട്ടക്കലിപ്പിൽ നമ്മുടെ രേണുസുതി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ സംഭവം പറ കേക്കട്ടെ. എന്തിന്റെ കേടാടാ മക്കളെ? നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. കടിക്കല്ലേ മുറിഞ്ഞിരിക്കുക പോലെ പോയിരിക്കുക. വന്ന് തീരെ കൾച്ചർ ഇല്ലാതായി. ബ്ലഡി കൺട്രി പീപ്പിൾ. ഇല്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. ഇവനൊക്കെ സബിനകത്ത് കേറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞ പരിപാടിയുടെ പോയി വെടിവെന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. അയ്യേ, ഇതിനേക്കാൾ പട്ടിത്തീട്ട് എടുത്ത് ചവച്ചു തിന്നെന്ന് പറഞ്ഞാലും ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. സബിന്റെ അകത്ത് കയറി ആസ്വദിക്കാൻ പറ്റിയ മുതല് വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, സബിന്റെ അകത്ത് കയറി ആസ്വദിക്കാൻ പറ്റിയ മുതല് എലി ചത്ത് കിടന്ന പോലത്തെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ചബിന്റെ അകത്ത് കയറി ആസ്വദിച്ചു പോലും. ഇതിൽ ആസ്വദിക്കാൻ എന്തോന്നിരിക്കണം, അതിൽ എന്തെങ്കിലും ഗീരത്തൊണ്ടാ ആസ്വദിക്കാൻ പറ്റിയ സാധനം ഇതാണ്. ഞാൻ നാട്ടിലെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടെങ്കിലും ആയി കഴിയുമ്പോ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തരം അസൂയ, അതാണ് നിനക്ക്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഇവളുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ പറ്റി പറയുകയാണെങ്കിൽ എലി ചത്ത് കിടന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഉള്ള കാര്യം പറയല്ല, അമ്മാതിരി ഒരു വീഡിയോ പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിട്ടത്. ഇനി മേലാൽ ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ നിന്റെ അണപ്പല്ല അടിച്ച് കളക്കും. ഉള്ള കാര്യം ആസ്വദിക്കുക, അതിൽ വല്ലതും വേണ്ടേ? എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ, നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. പോക്കാണ് മോനെ. അറിയാമേ പറഞ്ഞല്ലേ പോകാം. എന്നാ ഞാനോട് വിട വാങ്ങട്ടെ തമ്പി സാർ.